ഇത്തവണ മന്ത്രിസഭയിൽ ചേരണമോ വേണ്ടയോ എന്നുള്ള ഒരു സംശയം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ എന്നോട് സ്നേഹമുള്ള ആളുകൾ, പാർട്ടിയോട് കൂറുള്ള ആളുകൾ, താല്പര്യമുള്ളവരൊക്കെ എന്നോട് നിർദ്ദേശിച്ചു ചേരണം. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞു ചേരണം. ഞാൻ പാർട്ടിക്കെതിരായി ഒരു ശബ്ദവും ഒരു കാലഘട്ടത്തിലും പറയാത്ത ഒരാളാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് നഷ്ടങ്ങളുണ്ടാകും, ലാഭങ്ങളുണ്ടാകും. പക്ഷേ നമുക്ക് വലുത് നമ്മളെ വളർത്തി വലുതാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്, UDF ആണ്. രാഷ്ട്രീയത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും പ്രവർത്തിക്കുമ്പോൾ ധാരാളം അവസരങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്, അവസരങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. പക്ഷെ പാർട്ടി ആണ് വലുത്, മുന്നണിയാണ് വലുത് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. അങ്ങനെ വേണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കാൻ. ഓരോ തെരഞ്ഞെടുപ്പിലും ഹരിപ്പാട് ആദ്യം ഞാൻ മത്സരിച്ചപ്പോൾ 5000 വോട്ടാണ്. 1982 ഞാൻ മത്സരിക്കുമ്പോൾ അന്ന് CPG തമ്പിയുമായി 5000 വോട്ടിനാണ് ഞാൻ ജയിക്കുന്നത്. മന്ത്രിയായിരുന്നുകൊണ്ട് മത്സരിച്ചപ്പോൾ 1000 വോട്ട് എനിക്ക് കുറഞ്ഞു. കാരണം അന്ന് തച്ചരി പ്രഭാകരൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സീറ്റ് നിശ്ചയിച്ച ഒരു കാലമായിരുന്നു. അന്ന് ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. ഞാൻ വയലാർ രവി ജയിച്ചു അല്ലേ. പിന്നീട് ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പിലും വീണ്ടും മത്സരിച്ചപ്പോൾ 5000 വോട്ടിന് ജയിച്ചു. പക്ഷേ പിന്നീട് 18000 മുതൽ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 23737 വോട്ട് എനിക്ക് നിങ്ങൾ നൽകി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഞാൻ ഏതാണ്ട് 12ഓളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. 2 തെരഞ്ഞെടുപ്പിലാണ് ഞാൻ പരാജയപ്പെട്ടത്. 10 തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു പ്രത്യേകത, എതിർ സ്ഥാനാർത്ഥി വ്യക്തിപരമായി ആക്ഷേപിക്കുക, അപമാനിക്കുക. ഞാൻ ഒരു സ്ഥാനാർത്ഥിയെ പറ്റിയും ഒരു വാക്ക് പോലും ഞാൻ ഒരിക്കലും പറയാത്ത ആളാണ്. നമുക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിപരമായി ഒരു കാലത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും നാട് നീളെ വർഗീയത പറയുകയും ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ വളരെ തെറ്റായ വഴികളിലൂടെയാണ് BJP കൊണ്ടുപോയത്. എനിക്ക് ഇടതു മുന്നണിയോട് ഒരു പരാതിയുമില്ല, LDFിനോട് എനിക്കൊരു പരാതിയുമില്ല. BJP ഈ നിയോജക മണ്ഡലത്തിൽ പരസ്യമായ വ്യക്തി ഹത്യയാണ് നടത്തിയത്, ആക്ഷേപമാണ് നടത്തിയത്, കോടികളാണ് ഇവിടെ മുടക്കിയത്. എനിക്ക് മഹാരാഷ്ട്രയിൽ ചാർജ് ഉള്ളത് കൊണ്ട് മഹാരാഷ്ട്രയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും നേതൃത്വം കൊടുത്ത ഞാനായതുകൊണ്ട് മഹാരാഷ്ട്രയിൽ 3 മന്ത്രിമാർ ഇവിടെ വന്ന് താമസിച്ച് എന്നെ പരാജയപ്പെടുത്താൻ കോടികൾ ഒഴുക്കുകയുണ്ടായി. പക്ഷെ അവർക്കാർക്കും ഹരിപ്പാടിനെ പറ്റി അറിയില്ലായിരുന്നു. ഞാൻ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചത് കേവലം 5 ദിവസം മാത്രമാണ്. കാരണം എനിക്ക് എൻ്റെ നാട്ടിലെ എൻ്റെ ജനങ്ങളോട്, എൻ്റെ സഹപ്രവർത്തകരോട് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ ഇല്ലെങ്കിലും അവർ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആണ് അവന് അഭിനന്ദനം അർഹിക്കുന്നത്. 5 ദിവസമാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത്. പലരും എന്നെ വഴക്ക് പറഞ്ഞു. പല പത്രപ്രവർത്തകർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ നമ്മൾ നേരത്തെ പരിപാടി കൊടുത്തു പോയി, എന്തു ചെയ്യും? ആ പരിപാടിക്കൊക്കെ എനിക്ക് പോകേണ്ടി വന്നു. എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കഷ്ടപ്പെടുകയും ചെയ്ത എല്ലാ UDF നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ മനസ്സുകൊണ്ട് അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക. നിങ്ങളുടെ വിജയമാണ്, എൻ്റെ വിജയമല്ല. ഞാനവിടെ 5 ദിവസമല്ലോ.